ഫ്രണ്ട്സ്, ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ ഇന്ന് അഞ്ജുവിനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് രാഹുലേട്ടോ. അങ്ങനെ വസുന്ധരയോട് പറയുന്നുണ്ട്, അഞ്ജുവിനെ ഞാൻ കൂട്ടിക്കൊണ്ട് പോവാണ്, നിങ്ങൾ എന്നെ വളരെയധികം മോശമായിട്ട് തന്നെയാണ് ഇവിടുന്ന് അന്ന് പറഞ്ഞയച്ചു വിട്ടത്, അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അവൾക്ക് ഞാനൊരു സംരക്ഷണം കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു എന്ന് പറയുന്നുണ്ട്. നീ ഇങ്ങനെ വാശി പിടിച്ചിട്ടൊന്നും കാര്യമില്ല രാഹുൽ, നിനക്ക് നന്നാവാൻ വേണ്ടി തന്നെയാണ് ഞാനത് പറഞ്ഞത്. നീ എൻ്റെ വിവേകിനെ പോലെ തന്നെയാണ്, നീ എൻ്റെ വിവേകിനെ പോലെയാണെങ്കിലും ഈ മക്കളും എൻ്റെ മക്കളെ പോലെ തന്നെയാണ്, ഇവരോടൊരു വേർതിരിവും ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല എന്നും വസുന്ധര പറയുന്നുണ്ട്. വിവേകിനെ പോലെയാണത്രേ, നിങ്ങൾ ഇവരുടെ മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ച് വിട്ടത് നിങ്ങൾ ഇപ്പോഴും മറന്നു പോയോ എന്ന് ചോദിക്കുന്നു കേട്ടോ. ആ സമയത്ത് അത് നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, നീ ഒരു പക്ഷേ നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ നമുക്കങ്ങ് മാറി നിന്ന് സംസാരിക്കാം, അതിൻ്റെ ആവശ്യം എന്താണ്, ഇവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് എന്നോട് സംസാരിച്ചേ പറ്റുള്ളൂ, കാരണം അന്ന് എന്നെ അപമാനിച്ച് വിട്ടപ്പോൾ ഇവരും ഉണ്ടായിരുന്നു കൂടെ എന്ന് പറയുന്നു. ആ സമയത്ത് നിൻ്റെ കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കുന്നു മോളെ അഞ്ജു, നീ ഒരു കാര്യം ചെയ്തോ, കാരണം സ്വന്തം കാലിൽ രാഹുൽ നിൽക്കുന്ന ഒരവസ്ഥയിലായിട്ടുണ്ട്. ഇപ്പം സ്വന്തമായിട്ടൊരു വീട് വാടക എടുത്തിട്ടുണ്ട്, നീ ഇവൻ്റെ കൂടെ പോവാൻ തയ്യാറാകണം എന്നും പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ആൻറ്റി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേനും, നീ തീർച്ചയായും ഇവൻ്റെ കൂടെ പോവും, പക്ഷേ ഇന്നല്ല നാളെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അഞ്ജു നിൻ്റെ കൂടെ വരും, ഇന്നൊരു ദിവസം അവൾക്കൊരു സമയം കൊടുക്കുക നീ എന്ന് പറയുന്നു. എന്നാൽ ഞാൻ നാളെ വരാൻ പറഞ്ഞിട്ട് രാഹുൽ ദേഷ്യപ്പെട്ട് പോകുന്നു കേട്ടോ. വസുന്ധര ആൻറ്റിയോട് വളരെ മോശമായി പെരുമാറിയത് കൊണ്ട് അഞ്ജു ആൻറ്റിയോട് എനിക്ക് സോറി പറയണമെന്ന് പറഞ്ഞ് പോകുന്നു കേട്ടോ. പിന്നെ എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുക കേട്ടോ. ഇന്ന് അവസാനത്തെ ഇവരുടെ കൂടെ ഇരുന്നിട്ടുള്ള ഭക്ഷണം എന്ന രീതിയിൽ തന്നെയാണ് അഞ്ജു കഴിക്കുന്നത്. ആ സമയത്ത് അഞ്ജുവിന് ഏറ്റവും ഇഷ്ടമുള്ള മുട്ടക്കറി ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ വർഷ. ഇതെന്താ ഇത്രയും കറികൾ ഇവിടെ ഉണ്ടല്ലോ, ഇനി വേറൊരു കറീൻ്റെ ആവശ്യം എന്താ ചോദിക്കുമ്പോൾ, ഇന്ന് കൂടിയല്ലേ തനിക്കിങ്ങനെ ഫുഡ് ഉണ്ടാക്കി തരാനായിട്ട് പറ്റുള്ളൂ, തനിക്കിഷ്ടമുള്ള മുട്ടക്കറി ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറയുന്നു. ഇത്രയും നല്ല ഫുഡ്, കാരണം എൻ്റെ മനസ്സറിഞ്ഞ് എനിക്ക് ഫുഡ് ഉണ്ടാക്കി തന്നത് വർഷം മാത്രമാണ്, കാരണം എൻ്റെ വീട്ടുകാരുടെ കഴിഞ്ഞ എൻ്റെ മനസ്സിൽ എന്നും സ്ഥാനം വർഷയ്ക്ക് തന്നെയാണെന്ന് പറയുന്നു. ആ സമയത്ത് നാളെ അഞ്ചു ഇവിടുന്ന് പോകുമ്പോൾ അബിയോട് സോറി പറയണം, അല്ലെങ്കിൽ അബി തിരിച്ചായാലും കുഴപ്പമൊന്നുമില്ല, എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിച്ചിട്ട് വേണം നിങ്ങൾ ഇവിടെ നിന്ന് പോകാനായിട്ടെന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് ഭയങ്കര വിഷമാവുന്നുണ്ട് കേട്ടോ അഞ്ജുവിന്. എല്ലാവർക്കും തന്നെ സങ്കടമാവുന്നുണ്ട്, കാരണം ഈ 4 പെൺകുട്ടിയിൽ നിന്ന് ഒരു പെൺകുട്ടി നാളെ യാത്രയാവുകയാണ്. അതിനുശേഷം തന്നെ രാത്രി നമ്മുടെ അബിയോട് ചെന്നിട്ട് സോറി പറയുന്നുണ്ട് കേട്ടോ അഞ്ജു. ഞാൻ ഇവിടെ വന്ന കാലം മുതൽ തന്നെ ഞാൻ ആദ്യമായി പരിചയപ്പെട്ടത് വർഷയാണ്, അവളെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു, എല്ലാവരെക്കാളും കൂടുതൽ എനിക്ക് അവളോട് സ്നേഹം ഉണ്ടായിരുന്നു, അവൾക്ക് വല്ല വിഷമം തട്ടിക്കഴിഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ പറ്റാണ്ടായി, അതുകൊണ്ടാണ് അബി തന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ചത്, എന്നോട് നീ ക്ഷമിക്കണമെന്ന് പറയുന്നു. ഞാനാണ് തെറ്റ് ചെയ്തത് അഞ്ജു, കാരണം ആരുടെ മനസ്സറിയാതെ പെരുമാറി, അതുകൊണ്ട് എന്തായി ഇപ്പോൾ എല്ലാവർക്കും ഞാൻ കാരണം ഒരു വിഷമമായെന്ന് പറയുന്നു. എനിക്കൊന്നും അർഹതപ്പെട്ടിട്ടില്ല, ഒരു സ്നേഹം പോലും വീട്ടുകാർക്ക് പോലും എന്നെ വെറുപ്പാണ്, അത് നിങ്ങൾക്കും മനസ്സിലുണ്ടായത് ഞാൻ കാരണം തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നീ നല്ലൊരാളാണ്, നിൻ്റെ മനസ്സ് കാണാതെ ഞാനാണ് പോയതെന്ന് അഞ്ജു പറയുന്നു. ഇതെല്ലാം തന്നെ കേട്ടുകൊണ്ട് നമ്മുടെ വർഷയും ശിവയും വരുന്നുണ്ട്. അങ്ങനെ കെട്ടിപ്പിടിച്ച് എല്ലാവരും കൂടി വളരെ വിഷമത്തോടുകൂടി കരയുവാണ്. നാളെ നമ്മളിങ്ങനെ ഉണ്ടാവില്ലല്ലോ എന്നാലോചിച്ചിട്ട്. അത് കാരണം അവരുടെ ആ ഒരു വീട്ടിലേക്ക് വന്ന കാലം മുതലുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം തന്നെ എല്ലാവരും ഒരുമിച്ചാണെന്ന് കിടക്കുന്നത്. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം തന്നെ ബാഗൊക്കെ പാക്ക് ചെയ്തതിന് ശേഷം തന്നെ അഞ്ജു രാഹുലിൻ്റെ കൂടെ യാത്രയാവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ. എന്തായാലും രാഹുൽ ചേട്ടൻ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്, ഇനി അധികം വൈകിക്കേണ്ട എന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരോടും സ്നേഹത്തോടുകൂടി സംസാരിച്ചുകൊണ്ട് അഞ്ജു മടങ്ങാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. ആരും ഞാൻ മറക്കില്ല, എന്നും ഞാൻ വിളിക്കും, ഞാനൊന്ന് അവിടെ പോയി സെറ്റ് ആവട്ടെ, എന്നിട്ട് എല്ലാവരും ഞാൻ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരോടും മാപ്പ് പറഞ്ഞ് ക്ഷമ ചോദിച്ച് സന്തോഷത്തോടു കൂടി മനസ്സിലെ ആ പ്രശ്നങ്ങളെല്ലാം മാറ്റി അഞ്ജു പുറത്തിറങ്ങുന്നു കേട്ടോ. അങ്ങനെ ആ വീട്ടിലേക്ക് നോക്കുന്ന സമയത്ത് താൻ വന്ന് കയറിയ വീട് പോലെയാണ് ആ വീട് കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രാഹുൽ ബാഗെല്ലാം വണ്ടിയിലേക്ക് എടുത്ത് വയ്ക്കുന്നു. അങ്ങനെ ഒഴിഞ്ഞു നിന്നിട്ട് വസുന്ധരാൻ്റി അഞ്ജുവിനെ യാത്രയാക്കുന്നു കേട്ടോ. ഇന്ന് മല്ലികാക്കയ്ക്ക് പ്രത്യേകിച്ച് കുശുമ്പൊന്നും പറയാനില്ല, മല്ലികാക്കേൻ്റെ മുഖത്തും വിഷമത്തോടുള്ള നോട്ടം തന്നെയാണ് കേട്ടോ. ആ സമയത്ത് വാ അഞ്ജു നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് രാഹുൽ കൂട്ടിക്കൊണ്ട് പോകുന്നു. പിന്നെ ഈ 3 പേരും കൂടി ഒരു തീരുമാനം എടുക്കുകയാണ്, ഇനി നമ്മൾ 3 പേരുള്ളൂ, വഴക്കിനും വക്കാണത്തിനൊന്നും ആരും നിൽക്കരുത്, ഇനി ശ്രീയേട്ടനെ കുറിച്ചുള്ള സംസാരം ഈ വീടിന് അകത്ത് നടക്കരുതെന്ന് പറയുന്നു വർഷ. ആ സമയത്ത് ശിവ പറയുന്നുണ്ട്,
അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല വർഷേ. കാരണം നമ്മളെന്തായാലും ശ്രീനാഥിനെക്കുറിച്ച് സംസാരിക്കും. വിവേക് വന്ന ഉടനെ ശ്രീയേട്ടനെക്കുറിച്ച് ചോദിക്കില്ലേ, അതുപോലെ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളെല്ലാത്തിലും ശ്രീയുടെ പേര് വലിച്ചഴയ്ക്കും. എന്നാലും നമ്മുടെ വർഷ പറയുന്നുണ്ട്, എന്നാലും ശ്രീയേട്ടൻ്റെ പേര് മാക്സിമം ഞാൻ പറയാതിരിക്കാൻ ശ്രമിക്കാം. നമ്മൾ 3 പേരും നല്ല സുഹൃത്തായിട്ട് ഇവിടെ കഴിയും എന്ന് പറയുന്നു. അങ്ങനെ തൻ്റെ അഭിപ്രായം എന്താണെന്ന് അഭിയോട് ചോദിക്കുമ്പോൾ അഭിക്ക് പ്രത്യേകിച്ച് ഒരു മറുപടിയില്ല. വീണ്ടും ശ്രീനാഥിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന മട്ടിൽ തന്നെ അഭി അകത്തേക്ക് കയറി പോകുന്നു. അങ്ങനെ ശിവയ്ക്കൊരു ദേഷ്യം പോലെ ആവുന്നുണ്ട്. പിന്നീടാണെങ്കിലോ വിവേക് ശ്രീയെ കണ്ടെത്തുന്നുണ്ട് കേട്ടോ, വയനാട്ടിൽ വെച്ച് തന്നെ. അങ്ങനെ ശ്രീയുടെ എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോഴത്തേനും എനിക്ക് ഒരു വട്ടം കണ്ട ആളെ പിന്നെ മനസ്സിലാവാൻ സാധ്യതയില്ല, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയുന്നു. ആ സമയത്ത് വിവേക് ചോദിക്കുന്നുണ്ട്, എന്നെ ഒരു വട്ടമാണ് കണ്ടതെന്നുള്ളത് തനിക്ക് മനസ്സിലായല്ലേ, അപ്പോൾ എന്തിനാണ് താൻ ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത്, എന്തിനാ അതിൻ്റെ ആവശ്യമെന്ന് പറയുന്നു. താൻ 2 പെൺകുട്ടികളെ അവിടെ വിഷമത്തിലാക്കിയിട്ട് ഇങ്ങോട്ട് വന്നു എന്ന് എഴുതിയിട്ട് എന്ത് സ്വസ്ഥതയെ കിട്ടുന്നത്? 2 പെൺകുട്ടികളോ? വർഷയുടെ കാര്യത്തിലാണെങ്കിൽ അവളെ സുരക്ഷിതമായിട്ടൊരു കൈകളിൽ ഏൽപ്പിച്ചിട്ട് തന്നെയാണ് ഞാനിങ്ങോട്ട് വന്നത്. അവൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്, അത് അവൾക്കും അറിയാം. പിന്നെ മറ്റേ പെൺകുട്ടി, അപ്പോൾ അഭിയുടെ കാര്യമോ ചോദിക്കുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം എടുക്കാൻ ഞാൻ അർഹതയല്ല. കാരണം ഞാൻ അവൾക്കൊരു വാഗ്ദാനമോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. സ്നേഹപരമായിട്ടുള്ള ഒരു സംസാരമോ എൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിനാ അതിൻ്റെ ആവശ്യം? അവൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയല്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അല്ലാതെ ഇന്ന് വരെ പ്രണയത്തിൻ്റെ രീതിയിലോ ഒന്നിൻ്റെ പേരിലോ അഭിയോട് ഞാൻ സംസാരിച്ചിട്ടോ പ്രവർത്തിച്ചിട്ടോ ഒന്നുമില്ല. അങ്ങനെ ഒരു സ്കോപ്പ് പോലും ഞാൻ അവൾക്ക് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ ആ 2 പേരും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എൻ്റെ കൂടെ നിങ്ങൾ വരണം, ഒരു യാത്രയെങ്കിലും പറഞ്ഞിട്ട് അവിടുന്ന് പോന്നേ പറ്റുള്ളൂ, എനിക്ക് അങ്ങോട്ട് വരാൻ സാധിക്കില്ല. എന്നാൽ പിന്നെ ഞാൻ അവർ 2 പേരും ഇങ്ങോട്ട് വിളിക്കാം, അവരെന്തായാലും നാളെ രാവിലെ തന്നെ ഇങ്ങോട്ട് വരുമെന്ന് പറയുന്നു. അവരിങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുമെന്ന് പറയുന്നു. അല്ലെങ്കിലും താൻ ഇവിടെ ഉള്ളതുകൊണ്ട് ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഞാൻ ഇവിടുന്ന് പോയിട്ടുണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അതെന്തിനാ താനിങ്ങനെ ഒളിച്ച് താമസിക്കേണ്ട കാര്യം? എനിക്ക് വലിയൊരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിലാണ് ഞാൻ നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങോട്ടും വരാനായിട്ട് സാധിക്കില്ല വിവേക് എന്ന് പറയുന്നുണ്ട് കേട്ടോ. തൻ്റെ പ്രശ്നം എന്താണെങ്കിലും എന്നോട് തുറന്ന് പറയൂ, ഞാനത് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ എനിക്കത് പരിഹരിക്കണമെന്ന് പറയുന്നു. തനിക്ക് നല്ല ആർക്കും പരിഹരിക്കാൻ സാധിക്കില്ല, എന്നാലും എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ താൻ അങ്ങോട്ട് വരാത്തതിൻ്റെയും അവർ 2 പേരെയും ഫേസ് ചെയ്യാത്തതിൻ്റെയും മെയിനായിട്ടുള്ള കാരണം എനിക്ക് അറിയേ പറ്റുള്ളൂ എന്ന രീതിയിൽ പറയുന്നു. ആ സമയത്ത് നമ്മുടെ ശ്രീനാഥ് ആ ഒരു കാര്യം അങ്ങ് വെട്ടി തുറന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ കാര്യം കേൾക്കുന്നതോടുകൂടി നമ്മുടെ വിവേകം ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട്, ആകെ ഒരു ടെൻഷനായിട്ട് നിൽക്കുന്നതായിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം ശ്രീനാഥിൻ്റെ പക്കലുണ്ട്, അത് ശ്രീനാഥ് മറച്ചു വെച്ച് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കാരണമാണ് വർഷയുടെ മുന്നിലേക്കും അഭിയുടെ മുന്നിലേക്കും തനിക്ക് വരാൻ സാധിക്കില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന കേട്ടോ. അപ്പോൾ വിവേകിനോട് ചോദിക്കുന്നുണ്ട്, ഇതാണ് എൻ്റെ പ്രശ്നം, ഇത് തനിക്ക് പരിഹരിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നു കേട്ടോ. തനിക്ക് പരിഹരിക്കാൻ സാധിക്കില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സ്തംഭിച്ച പോലെ താൻ നിൽക്കുന്നത്, ഇതാണ് ആ കാരണം എന്ന് ശ്രീനാഥ് പറയുന്നു കേട്ടോ. ഇനി ആ കാരണം എന്താണെന്ന് നെക്സ്റ്റ് എപ്പിസോഡിൽ